നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുന്നു എന്ന് പറയുകയാണ് ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട്. മോദി നാഗ്പൂരിലെത്തി RSS നേതാവിനെ കണ്ടത് വിരമിക്കൽ അറിയിക്കാനെന്നും സഞ്ജയ് റൌട്ട് പറയുന്നു. വാക്കുകൾ ആദ്യം. सितंबर में रिटायरमेंट का एप्लीकेशन लिखने के लिए शायद वो RSS मुख्यालय गए. मेरी जो जानकारी है 10-11 साल में कभी मोदी जी गए नहीं. मोदी जी गए हैं वो बताने के गए हैं मोहन राव भागवत जी से कि टाटा बाय बाय मैं जा रहा हूँ. मोहन राव भागवत यानी सरसंघ चालक और पूरा संघ परिवार देश के नेतृत्व में बदलाव चाहता है. मोदी जी का समय खत्म हो गया है और देश में बदलाव चाहता है और बीजेपी का राष्ट्रीय अध्यक्ष भी अपने मर्जी से चुनना चाहता है. तो इसलिए मोदी जी वहाँ गए. मोदी जी जा रहे हैं. ബസന്തുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ബസന്ത്, ഈ മഹാരാഷ്ട്രയിലെ വേർപിരിയലിന് ശേഷം ഏത് സമയവും പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും നിലപാടെടുക്കുന്ന ആളാണ് സഞ്ജയ് റൌത്ത്. ഇപ്പോൾ പ്രധാനമന്ത്രി വിരമിക്കുകയാണോ എന്ന കാര്യം RSSO BJPക്കാണ് പറയേണ്ടത്. സഞ്ജയ് റൌത്തിന് എങ്ങനെ കിട്ടുന്ന സൂചനകളാണ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? ദ്വേഷ്, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെത്തിയത്. ഒരുപക്ഷെ 10 കൊല്ലത്തിന് ശേഷം നരേന്ദ്രമോദി നാഗ്പൂരിൽ RSSന്റെ കേന്ദ്ര കാര്യാലയത്തിൽ എത്തുന്ന ഒരു സന്ദർശനമായിരുന്നു അത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ശിവസേന നേതാവ്, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റൌട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് മോദി RSS നേതാവ് മോഹൻ ഭാഗവതിനെ കണ്ട് തന്റെ വിരമിക്കലാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് 2029 തെരഞ്ഞെടുപ്പിന് മുമ്പ് താൻ വിരമിക്കും എന്നുള്ള ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 11 കൊല്ലത്തിനിപ്പുറം അവിടെ സന്ദർശിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് പ്രശ്നം. തനിക്ക് കിട്ടിയ സൂചനകൾ പ്രകാരം അദ്ദേഹം വിരമിക്കുന്നു എന്നുള്ള സന്ദേശം കൈമാറുന്നതിനാണ് അവിടെ എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നും സഞ്ജയ് റൌട്ട് പറയുന്നുണ്ട്. മോദി തന്നെ ആയിരിക്കുമോ 2029 BJP നയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞത് അത്തരം തീരുമാനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സൂചനകൾ വരുന്നത് മോദി ഒഴിയുന്നു എന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സഞ്ജയ് റൌട്ടിന്റെ അവകാശവാദം.